നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്താണ് AP. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ് എങ്ങനെ nth ടേം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെ nth ടേം ഓടിക്കുക? an equal to a plus n minus 1 into d. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു സീക്വൻസ് ആണ് 2, 5, 8, എക്സെട്ര. ഇതിൻ്റെ 11th ടേം എങ്ങനെ കണ്ടുപിടിക്കുക? സോ a11 equal to a plus 10d. So a11 equal to what is a? 2 plus 10 into d is 3. So a11 equal to 30 plus 2, that is 32. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദി 11th ടേം ഫ്രം ദി ലാസ്റ്റ്. സീക്വൻസ് എന്താണ്? 10, 7, 4, എക്സെട്ര, -62. ഈ ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് 11th ടേം വന്നതാണ്. അപ്പോൾ ഈ സീക്വൻസ് ഒന്ന് റിവേഴ്സ് ആക്കിയതാണ്. കാരണം നമുക്ക് റിവേഴ്സ് ക്വസ്റ്റ്യൻ ആണത്. റിവേഴ്സ് ചെയ്താൽ -62, എക്സെട്ര, 4, 7, 10. അപ്പോൾ ഇങ്ങനെ എഴുതാം. a11 equal to a plus 10d. a11 equal to what is a? -62 plus 10 into d. d means the difference. So 7 minus 4 3. 10 minus 7 3. So 3. So a11 equal to -62 plus 30. a11 equal to -32. ഈ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും ഡിഫറൻസ് എന്താണ്? ഫൈൻഡ് ദി 11th ടേം ഫ്രം ദി ഫസ്റ്റ്. ഇവിടെ ഇങ്ങോട്ടുള്ള 11th ടേം. ഈ ക്വസ്റ്റ്യനും ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള 11th ടേം. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ആ സീക്വൻസ് തിരിച്ച് റിവേഴ്സ് ആക്കിയതാണ്. അത്രയ്ക്ക്. നെക്സ്റ്റ് ആണ് നമ്പർ ഓഫ് ടേംസ് ആണ് ഇക്വേഷൻ. നമ്പർ ഓഫ് ടേംസ് ആണ് ഇക്വേഷനാണ് n equal to an minus a divided by d plus 1. ഈ ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിലില്ല. ഈ ഇക്വേഷൻ നമ്മൾ എവിടെയാണ് ഫോം ചെയ്തത്? nth ടേം കണക്ഷനാണ്. നമുക്കറിയാം nth ടേം കണക്ഷനാണ് an equal to a plus n minus 1 into d. ഇതിൽ നിന്ന് ഫോം ചെയ്ത ഇക്വേഷൻ ഇത്. ഇനിയിപ്പോൾ നോക്കാം. ഈ a ഇവിടെ നിന്നായി an minus a എന്നായി, ഇൻറ്റു ഡി ഇങ്ങോട്ട് എന്തായി? ഡിവൈഡ് ബൈ ഡി എന്നായി, -1 ഇങ്ങോട്ട് എന്തായി? +1 ആയി. അതിൽ നിന്ന് ഫോം ചെയ്ത ഇക്വേഷനാണ് n. നമുക്ക് കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുകയാണെന്ന് അവർക്കും പഠിക്കുക എങ്ങനെയാണ്? അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ച് അവയെ പൊതുത്തേജോട് ഹരിച്ച് 1 കൂട്ടിയാൽ പദങ്ങളുടെ എണ്ണം കിട്ടും. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് +1. അതുപോലെ മനസ്സിലാക്കുക, ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് എന്നാണ്. അതിൻ്റെ വാല്യൂ എന്ത് മാത്രമേ വരുള്ളൂ? 1, 2, 3, എക്സെട്ര. അതല്ലാതെ എന്നിൻ്റെ വാല്യൂ നെഗറ്റീവ് വരില്ല, ഫ്രാക്ഷൻ വരില്ല, 0 വരില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി AP. ഗിവൺ ഡാറ്റ് എന്താണ്? 7, 13, 19, 67. ഇതിൻ്റെ നമ്പർ ഓഫ് ടേംസ് ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ നമ്പർ ഓഫ് ടേംസ് ആണ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ common difference. What is the common difference here? 6 plus 1. Number of terms equal to last term minus first term divided by common difference +1. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ച് അവയെ പൊതുത്തേജോട് ഹരിച്ച് 1 കൂട്ടിയാൽ പദങ്ങളുടെ എണ്ണം കിട്ടും. വെരി സിമ്പിൾ. സോ n equal to 67 minus 7, that is 60 divided by 6 plus 1. So what is the answer? n equal to 60 divided by 6 10 plus 1, n equal to 11. റെഡി? പിന്നെ വാല്യൂ എത്രയാണ്? 11 ആണ്. ഫോർ എക്സാമ്പിൾ ഇതിന് ആൻസർ 11.5 കിട്ടിയിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ 67 എന്തല്ല, ഇതിലൊരു ടേം അല്ല. കാരണം എന്നിൻ്റെ വാല്യൂ എന്താവണം? പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും, ഇതിലൊരു ടേം ആണോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ n കണ്ടുപിടിക്കുക. എൻ്റെ വാല്യൂ ഇൻറ്റിജർ ആണെങ്കിൽ, പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ നമുക്കെന്ത് പറയാം? അതിലെ ടേം എന്ന് പറയാം. 1.1 11.5 വരാണെങ്കിൽ നമുക്കെന്ന് പറയാം അതിലെ ടേം അല്ലാന്നും പറയാം. ഹൗ മെനി 3 നമ്പർ വിച്ച് ഓൾവേസ് ലീവ്സ് എ റിമൈൻഡർ 2 when divided by 5? നോക്കാം. 3 ഡിജിറ്റ്. അപ്പോൾ 100ലാണ് 3 സ്റ്റാർട്ട് ചെയ്യുന്നത്, 999 എൻഡ് ചെയ്യുന്നത്. അതാണ് 3 സ്റ്റാർട്ടിങ് എൻഡ് ചെയ്യും. ഇത് നോക്കാം, ഈ 100നെ നമുക്ക് 5 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 നോക്കാം. 100 divided by 5. എത്ര ആൻസർ? 100. റിമൈൻഡർ 30, 0 കിട്ടി.
റിമൈൻഡർ നമുക്ക് എത്ര വേണ്ടത്? 2 വരണത്. അപ്പോൾ ഇവിടെ 2 വരണമെങ്കിൽ ഒരു +2 കൊടുത്താൽ മതി. സോ 100ൽ +2 കൊടുത്താൽ 102 കിട്ടി. ഇനി 102 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? റിമൈൻഡർ 2 കിട്ടും. സോ ഫസ്റ്റ് ടേം കിട്ടി എത്രയാണ്? 102. അടുത്ത ടേം എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. ഇവിടെ കോമൺ ഡിഫറൻസ് ഏതാണ്? ഡിവൈഡ് ബൈ 5 അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് 5 ആണ്. റെഡി. ഇപ്പോൾ ഡിവൈഡ് ബൈ 7 ആണെങ്കിലോ കോമൺ ഡിഫറൻസ് 7 ആയിരിക്കും. ഈ ക്വസ്റ്റനിൽ ഡിവൈഡ് ബൈ 5 ആണ്. സോ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. എത്ര ആൻസർ ഏതാ? 102. നെക്സ്റ്റ് 5 ആഡ് ചെയ്യുമ്പോൾ 107, അങ്ങനെ എക്സെട്ര. ലാസ്റ്റ് ഈ 999നെ 5 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നോക്കാം. 999 ഡിവൈഡ് ബൈ 5. 1 times 5, 4, 9, that is 9 times 45, 4, 9, again 9, 45. So here remainder is 4. നമുക്ക് റിമൈൻഡർ എത്ര വരേണ്ടത്? 2 വരണം. എന്ത് ചെയ്യണം? -2 കൊടുത്താൽ 2 കിട്ടി. നമുക്ക് മനസ്സിലായി 999നെ ഡിവൈഡ് 5 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 4 ആണ് റിമൈൻഡർ കിട്ടുന്നത്. നമുക്ക് എത്ര വരണം? 2 വരണം. എന്ന് ചെയ്യേണ്ടത് -2 കൊടുത്താൽ മതി. -2 എത്ര കിട്ടി? 997. ഇനി 997 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടും 2 കിട്ടും. അപ്പോൾ ലാസ്റ്റ് ടേം കിട്ടി 997. ഇനി എത്ര ടേംസ് ഉണ്ടെന്നാണ്? അത് വളരെ സിമ്പിളാണ്. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ്, ദറ്റ് ഇസ് 5 + 1. Last term minus first term divided by common difference plus 1. So n equal to 997 minus 102, that is 895 divided by 5 plus 1. Next question equal, which term of the AP 3, 8, 13 etc. is 78? 78 ഇതിൽ എത്രാമത്തെ ടേം ആണ്? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, ഈ 78 ലാസ്റ്റ് ടേം വിചാരിക്കുക. അപ്പോൾ 78 ലാസ്റ്റ് ടേം വിചാരിക്കുക, an 78 വിചാരിക്കുക. അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്താണ്? n ആണ്. സോ ഹൗ ടു ഫൈൻഡ് n ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അത്രയേ ഉള്ളൂ. അപ്പോൾ 70 ലാസ്റ്റ് ടേം വിചാരിച്ചു, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ വാട്ട് ഇസ് കോമൺ ഡിഫറൻസ് ഹിയർ? 5 plus 1. So n equal to 78 minus 3, 75 divided by 5 plus 1. So n equal to 1 times 225, 5 times plus 1. So n equal to 60. അപ്പോൾ ഈ 78 എത്രാം ടേമാണ്? 16th ടേമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് -150 ഇതിലൊരു ടേം ആണോ? അപ്പോൾ ടേം ആണോ നോക്കാൻ ചെയ്യേണ്ട കാര്യം, അത് -150 അല്ലേ, അതിന് ലാസ്റ്റ് ടേം വിചാരിക്കുക. -150നെ ലാസ്റ്റ് ടേം ചുമ്മാ വിചാരിക്കുക, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ്. വാട്ട് ഇസ് കോമൺ ഡിഫറൻസ്? 5 minus 8 minus 3, 8 minus 11, that is minus 3 plus 1. So n equal to -150 minus 11, that is minus 161 divided by minus 3 plus 1. So n equal to negative negative positive 3 16 5 times balance 1 11 3 times balance 2, so 0.26 times plus 1. So n equal to 54.6. ഇതിൻ്റെ വില എത്ര കിട്ടി? 54.6. എൻ്റെ വില വരാൻ പാടില്ല. തേർഡ് ടേം ഈസ് ഗിവൺ ആൻഡ് നയൻത് ടേം ഈസ് ഗിവൺ. ദെൻ വിച്ച് ടേം ഈസ് 0? ഈ എ പിയിലെ എത്രാമത്തെ ടേമാണ് 0? അതിന് an ആക്കിയെടുക്കുക 0, ലാസ്റ്റ് ടേം 0 ആക്കിയെടുക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ്? എത്രാം ടേമാണ്. അപ്പോൾ എന്നെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് എന്നാണ് ഇക്വേഷൻ? എന്താ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അപ്പോൾ 0 എത്രാം ടേമാണ്? അപ്പോൾ 0നെ അവസാന പദമാക്കിയിട്ടില്ല, ലാസ്റ്റ് ടേം ആക്കിയിട്ടില്ല. അതറിയാം. എ അറിയില്ല, ഡി അറിയില്ല. അപ്പോൾ 2 അൺനോൺസ് ഉണ്ട്. അപ്പോൾ 2 അൺനോൺസ് പിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ടാക്കണം. 2 ഇക്വേഷൻ ഉണ്ടാക്കാൻ 2 ഇൻഫോർമേഷൻ വേണം.
നമ്മൾ രണ്ട് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, A3 ഉണ്ട്, A9 ഉണ്ട്. അത് യൂസ് ചെയ്യാം. A3 ഈക്വൽ ടു 4. What is the equation of A3? A plus 2D equal to 4. You got first equation. Next time, A9. A9 is given minus 8. What is 9th term? A plus 8D equal to minus 8. You got second equation. Then, ഇവിടെ A ഉണ്ട്, ഇവിടെ N രണ്ടും ചെയ്യാം, മൈനസ് ചെയ്യാം. Equation 1 minus equation 2, equation 2 minus equation 1. So equation 2 minus equation 1. What is A minus A? 0. 8D minus 2D, that is 6D. Next, minus 8 minus 4, minus 12. What is D? D equal to minus 12 divided by 6, that is minus 2. D കിട്ടി. ഇനി A കിട്ടുന്ന ചെയ്യുന്നത് D equal to minus 2, substitute in equation 1 or equation 2. അപ്പോൾ D equal to minus 2, substitute in equation 1 or 2. equation 1 കൊടുത്തു. എന്താ A plus 2 into minus 2 equal to 4. So A minus 4 equal to 4. So what is A? A equal to minus 4 plus 4, that is 8. So നമുക്ക് എന്ത് കിട്ടി? A കിട്ടി. എല്ലാം കിട്ടിയല്ലോ. What is N? N equal to AN minus A. What is AN? 0. 0 minus A. 8 divided by common difference. What is common difference? That is minus 2 plus 1. So N equal to 0 minus 8 minus 8. Minus 8 divided by minus 2, 4. 4 plus 1. So N equal to 5. അപ്പോൾ 0 എത്രാമത്തെ ടേമാണ്? 5th ടേമാണ്. ക്ലിയർ? ഇതിൻ്റെ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നുണ്ട്. അത് ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.